ഭാരതത്തിൻ്റെ ആകാശ അതിർത്തികളിൽ ഇനി ഒരു ഈച്ച പോലും നമ്മളറിയാതെ പറന്നുയരില്ല. അതിർത്തികൾക്കപ്പുറത്ത് എന്ത് നടക്കുന്നുവെന്ന് കൃത്യമായി കാണാൻ നമ്മുടെ ഇന്ത്യയുടെ സൂപ്പർ ഐ എന്നൊരു സംവിധാനം റെഡിയായി കഴിഞ്ഞു. 2019 നമ്മൾ നേരിട്ട ചെറിയൊരു സാങ്കേതിക പരിമിതി ഓർമ്മയുണ്ടോ? അന്ന് ആകാശ നിരീക്ഷണത്തിൽ ചെറിയൊരു വിടവ് നമ്മൾ തിരിച്ചറിഞ്ഞിരുന്നു. എന്നാൽ ഇന്നിതാ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഭാരതം അതിന് നൽകിയിരിക്കുന്നത് ലോകം ഞെട്ടുന്ന ഒരു കിടിലൻ മറുപടി തന്നെയാണ്. ഇന്ത്യൻ വ്യോമസേനയെ ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ ശക്തിയാക്കി മാറ്റാൻ പോകുന്ന നേത്ര മാർക്ക് 2 പദ്ധതിയുടെ ഏറ്റവും പുതിയ വിവരങ്ങൾ ആണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും വീഡിയോ അവസാനം വരെ കാണുക. ലെറ്റ്സ് ചെക്ക് ഇൻ ഡീറ്റെയിൽ. വെൽക്കം ടു ദി പോയിന്റ്. അതെ, കേന്ദ്ര സർക്കാർ ഒരേ സമയം 2 വമ്പൻ കരാറുകളിലാണ് ഒപ്പുവെച്ചിരിക്കുന്നത്. ഒന്നാമതായി ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ കേന്ദ്രമായ കാപ്സ് അഥവാ സെൻറ്റർ ഫോർ എയർബോൺ സിസ്റ്റംസും അദാനി ഡിഫൻസ് സിസ്റ്റവുമായി കൈകോർത്തു എന്നതാണ്. ഭാവിയിലെ ഈ സാങ്കേതികവിദ്യയുടെ നിർമ്മാണവും അടുത്ത 30 വർഷത്തേക്കുള്ള പൂർണ്ണ പരിപാലനവും ഇതോടെ ഇന്ത്യയിൽ തന്നെ നടക്കും എന്നതാണ് എടുത്തു പറയേണ്ടത്. രണ്ടാമത്തെ മാസ് മൂവ് എന്താണെന്ന് അറിയാമോ? എയർ ഇന്ത്യയിൽ നിന്ന് വാങ്ങിയ 6 അത്യാധുനിക എയർബസ് A321 വിമാനങ്ങളെ സൈനിക ആവശ്യങ്ങൾക്കായി മാറ്റിയെടുക്കാൻ AIESLുമായി മറ്റൊരു കരാറിൽ ഒപ്പുവെച്ചിരിക്കുകയാണ്. അതായത് സാധാരണ യാത്രാ വിമാനങ്ങളുടെ എല്ലാ സീറ്റുകളും ഇൻറ്റീരിയറുകളും മാറ്റി വെറും ഒരു ബേസിക് ഘടന മാത്രമാക്കി മാറ്റിയിട്ട് അതിലേക്ക് ഭാരതത്തിൻ്റെ സ്വന്തം അത്യാധുനിക റഡാറുകളും സെൻസറുകളും ഘടിപ്പിക്കാൻ പോവുകയാണ്. ഇതാണ് ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ പവർ എന്ന് പറയുന്നത്. കേൾക്കുമ്പോൾ ലളിതമായി തോന്നാം, എന്നാൽ ഒരു യാത്രാ വിമാനത്തെ ആകാശത്തെ കൺട്രോൾ റൂമാക്കി മാറ്റുന്നത് അത്ര എളുപ്പമുള്ള കാര്യമാണോ? വിശ്വസിക്കാൻ കഴിയാത്ത മാറ്റങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നത് കേട്ടോ. ഇന്ത്യയിൽ പ്രാഥമിക മാറ്റങ്ങൾ വരുത്തിയ ശേഷം ഈ വിമാനങ്ങൾ സ്പെയിനിലെ എയർബസ് ആസ്ഥാനത്തേക്ക് അയക്കുമെന്നതാണ്. വിമാനത്തിന് മുകളിൽ കൂറ്റൻ റഡാറുകൾ വയ്ക്കുമ്പോൾ അതിൻ്റെ ബാലൻസും വേഗതയും നിലനിർത്താൻ വലിയ ഘടനാപരമായ മാറ്റങ്ങളും ആവശ്യമാണ്. പുതിയ കൂളിംഗ് സിസ്റ്റംസ്, കൂടുതൽ പവർ ജനറേഷൻ, അങ്ങനെ വലിയൊരു മേക്ക് ഓവർ തന്നെ സ്പെയിനിൽ വെച്ച് നമ്മുടെ വിമാനത്തിൽ നടത്തും എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇത് വെറുമൊരു വിമാനമല്ല, ഭാരതത്തിൻ്റെ ആകാശ സുരക്ഷയുടെ ഒരു നട്ടെല്ലായി മാറാൻ പോകുന്ന ഒരു വമ്പൻ പദ്ധതി തന്നെയാണെന്ന് പറയണം. വലിയ മാറ്റങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തുന്ന ഈ വിമാനങ്ങളിൽ ഇൻഡസ്ട്രിയൽ ലെവലിലുള്ള ഭാരതത്തിൻ്റെ സ്വന്തം മിഷൻ സിസ്റ്റം ഇൻസ്റ്റോൾ ചെയ്യും. 100ലധികം സൂപ്പർ കമ്പ്യൂട്ടറുകളും സാറ്റലൈറ്റ് കണക്ടിവിറ്റികളും റഡാറുകളും ഇലക്ട്രോണിക് സംവിധാനങ്ങളുമാണ് ഇതിലുണ്ടാവുക. ഇതിൻ്റെ പ്രധാന പ്രത്യേകത എന്താണെന്ന് അറിയാമോ? 360 ഡിഗ്രിയിൽ 100 കണക്കിന് കിലോമീറ്റർ ദൂരത്തേക്ക് ഒരേ സമയം കണ്ണോടിക്കാൻ ഇതിന് കഴിയും. ആകാശത്തിലൂടെ പറക്കുന്ന മറ്റ് വിമാനങ്ങൾ, ഡ്രോണുകൾ, ഹെലികോപ്റ്ററുകൾ, എന്തിനേറെ കടലിലെ കപ്പലുകൾ വരെ ഇതിൻ്റെ റഡാറിൽ കൃത്യമായി തെളിയുമെന്നതാണ്. ഇതൊരു ആകാശത്തെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെൻ്ററായി പ്രവർത്തിക്കും. അതായത് നമ്മുടെ മറ്റ് വിമാനങ്ങൾക്ക് കൃത്യമായി വഴി കാട്ടാനും തത്സമയ വിവരങ്ങൾ നൽകാനും ഈ നേത്ര മാർക്ക് 2 കഴിയുമെന്നത് വലിയൊരു ഗുണവശമായി തന്നെ പറയണം. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, ഭാരതം എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു നിക്ഷേപം ഇതിൽ നടത്തുന്നത്? കാരണം വളരെ ലളിതമാണ്. ഇന്ത്യയുടെ അതിർത്തി സുരക്ഷയിൽ ഒരു ഇഞ്ച് പോലും വീഴ്ച വരാൻ മോദി സർക്കാർ ആഗ്രഹിക്കുന്നില്ല. നിലവിൽ ഇന്ത്യയുടെ പക്കൽ റഷ്യൻ നിർമ്മിത ഇല്യൂഷൻ വിമാനങ്ങളിൽ ഘടിപ്പിച്ച 3 കൂറ്റൻ ഫാൽക്കൺ റഡാർ സിസ്റ്റങ്ങളും എംബ്രയർ വിമാനങ്ങളിൽ ഘടിപ്പിച്ച 3 ചെറിയ നേത്ര സിസ്റ്റങ്ങളുമുണ്ട്. എന്നാൽ നമ്മുടെ അയൽരാജ്യങ്ങൾ കൂടുതൽ എയർബോൺ റഡാർ സിസ്റ്റങ്ങൾ ഉപയോഗിച്ച് അതിർത്തികളിൽ നിരീക്ഷണം നടത്തുന്നുണ്ട്. ഈ ഒരു വ്യത്യാസം പൂർണ്ണമായും ഇല്ലാതാക്കാനും നമ്മെ ഒന്നാമതെത്തിക്കാനുമാണ് 6 പുതിയ നേത്ര മാർക്ക് 2 വിമാനങ്ങൾ വരുത്തുന്നത്. ഒപ്പം 6 നേത്ര മാർക്ക് 1A വിമാനങ്ങളും അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെയാണ് നമ്മുടെ ഭാരതത്തിൻ്റെ സ്വയം പര്യാപ്തത വ്യക്തമാകുന്നത്. ആദ്യത്തെ 3 വിമാനങ്ങളുടെ നിർമ്മാണം വിദേശ സഹായത്തോടെ നടക്കുമെങ്കിലും ശേഷിക്കുന്ന വിമാനങ്ങൾ പൂർണ്ണമായും അദാനി ഡിഫൻസിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനാണ് പദ്ധതി. ഇതിലൂടെ സാങ്കേതികവിദ്യ ഭാരതത്തിലേക്ക് വരികയും ഭാവിയിൽ ഇത്തരം അത്യാധുനിക സിസ്റ്റങ്ങൾ സ്വന്തമായി നിർമ്മിക്കാനുള്ള കഴിവ് നമ്മുടെ രാജ്യം കൈവരിക്കുകയും ചെയ്യുമെന്നത് വലിയൊരു ഗുണവശം തന്നെയാണ്. സ്വയം പര്യാപ്തമായ അതിശക്തമായ ഒരു ഭാരതത്തിലേക്കുള്ള ഇന്ത്യയുടെ ഈ മുന്നേറ്റത്തിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്താണ് എന്നുള്ളത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ. എന്തായാലും മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. ജയ് ഹിന്ദ്.